രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകമെന്ന് വിമർശനം. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ കാലാവധിയും വ്യക്തമാക്കിയിട്ടില്ലാത്തതിനാൽ രാഹുലിന് വേഗം തിരിച്ചെത്താനാകുമെന്നാണ് വിവരം. രാഹുലിനോട് പാർട്ടി പദവികൾ രാജിവെക്കാൻ ആവശ്യപ്പെടാത്തതിലും ദുരൂഹതയുണ്ട്. നൃപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പലരും നേതാക്കളും പറഞ്ഞിരുന്നത്. ഇതിനനുസരിച്ചാണ് വനിതാ നേതാക്കളടക്കം ശക്തമായ നിലപാടുമായി പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നത്. വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു, കെ മുരളീധരൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു, വി ഡി സതീശനും രാജിയല്ലാതെ മറ്റ് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് അതിൽ നിന്ന് നേതാക്കൾ പിന്നാക്കം പോയത് എന്തുകൊണ്ടാണ് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മർദ്ദങ്ങൾ ചില കോണുകളിൽ നിന്നുണ്ടായി. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒപ്പം തന്നെ ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തും നിന്നുമാണ്. അത് മറുചേരിയിലേക്ക് വി ഡി സതീശനെ പെടുത്തുന്ന തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വനിതാ നേതാക്കൾക്കെതിരെ വലിയ അറ്റാക്ക് ഉണ്ടാകുന്നു, അവർക്ക് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഇന്ന് വീക്ഷണം ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ട്. അത് പൊതു സാഹചര്യത്തിൽ പലതരത്തിലുള്ള ദുരൂഹതയും നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ സസ്പെൻഷൻ നടപടിയിൽ തന്നെ അവ്യക്തതയുണ്ട്. നിശ്ചിത കാലപരിധി ഇതിൽ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫിൻ്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ കാലപരിധി പറയാതെയാണ് സസ്പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിലവിൽ അദ്ദേഹം വഹിക്കുന്ന കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ച് വഹിക്കുന്ന പദവികൾ രാജിവെക്കാൻ പറയണം. അതിനുശേഷം കാലാവധി നിശ്ചയിച്ച് KPCC എക്സിക്യൂട്ടീവ് റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ഈ നടത്തേണ്ട മാനദണ്ഡങ്ങൾ മുഴുവൻ ഇതിൽ പാലിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് നേരത്തെ വിൻസെന്റിനെതിരെയും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും എടുത്ത നടപടി പോലെ വീണ്ടും അവർ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പിലേക്ക് വീണ്ടും അദ്ദേഹത്തിന് KPCC അംഗമായി വേഗം വരാം. തൽക്കാലം ഈ വിഷയങ്ങളെ തണുപ്പിക്കുക, അതാണ് സസ്പെൻഷൻ എന്ന സൂചന കൂടി പുറത്തു വരികയാണ്. ഇന്ന് വി ഡി സതീശൻ തന്നെ അത് അടഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞ് ഒഴിയുന്നത് തന്നെ വിവാദങ്ങൾ വേഗം അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിഷയം ക്ലോസ്ഡ് ആണ്. ഞങ്ങൾ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല. ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാം? ആ സബ്ജക്റ്റിൻ്റെ മറവിൽ, ആ സബ്ജക്റ്റിൽ ഞാൻ തന്നെ പറഞ്ഞ ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. ഇനി പ്രധാനമായും മറുപടി പറയേണ്ടത് ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്ന വി ഡി സതീശനാണ്. ഒപ്പം തന്നെ സണ്ണി ജോസഫ് അടക്കം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ മുൻപ് ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാക്കൾ എന്തുകൊണ്ട് പിന്നാക്കം പോയി എന്ന ചോദ്യവും വ്യാപകമായി ഉയരുന്നുണ്ട്. മറ്റ് പലതരത്തിലുള്ള പ്രതിരോധം തീർക്കാനാണ് ഇന്ന് വി ഡി സതീശൻ ശ്രമിച്ചത്. മറ്റ് പലതരത്തിൽ പ്രതിരോധം തീർക്കുന്ന തരത്തിലുള്ള ചില സൂചനകൾ അദ്ദേഹം മുന്നോട്ട് വച്ചു. പക്ഷേ ഇതിൻ്റെയൊക്കെ ലക്ഷണം എന്ന് പറയുന്നത് പലതരത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. ആശയക്കുഴപ്പങ്ങൾ കൂടുതൽ വെളിവാകുന്നു. നേതാക്കന്മാർ കൂടുതൽ പ്രതികരണത്തിലേക്ക് വരും ദിവസങ്ങളിൽ വരും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അസിത, ശരി, നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.